ഹായ് കൂട്ടുകാരെ, നാനാജോയ് വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പച്ചക്കറി തീയലാണ് തയ്യാറാക്കുന്നത്. ചോറിനോടൊപ്പം നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ തീയൽ. അപ്പോൾ തീയലുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഞാനിവിടെ ക്വാണ്ടിറ്റി കുറച്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. 3 വെണ്ടയ്ക്ക, 1 പച്ചമുളക്, 1 കഷ്ണം പടവലങ്ങ, 1 കത്തിരിക്ക, 2 മീഡിയം സൈസിലെ സവാള. ഇത്രയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴന്നു വരേണ്ട ആവശ്യമില്ല. ശേഷം കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടെ ചേർക്കാം. കൂടെ തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പുപൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വേകാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ പച്ചക്കറികൾ വെന്ത് കിട്ടും. നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയപ്പോഴേക്കും പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും പച്ചക്കറികളൊക്കെ നല്ലതുപോലെ വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3 കുഞ്ഞുള്ളിയും 1 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് നല്ലതുപോലെ വറുത്തെടുക്കാം. തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ ഇളക്കി കൊടുക്കണം. തേങ്ങ വറുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങ നല്ല ബ്രൗൺ നിറമാകുമ്പോഴാണ് തീയലിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. തേങ്ങ ഇവിടെ നല്ലതുപോലെ മൂത്ത് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി. മുളക് പൊടി അവരവരുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇത് നല്ലതുപോലെ തണുത്ത ശേഷം നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായി തന്നെ അരച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം നേരത്തെ വേവിച്ചു വെച്ച പച്ചക്കറിയിലേക്ക് അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വെള്ളം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് വാളൻപുളി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കറി അടച്ചു വെച്ച് തിളച്ച് വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. ഇനി ഇതിനു വേണ്ട കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർക്കാം. കടുക് പൊട്ടി വന്ന ശേഷം 1 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ മൂത്ത് വരുമ്പോഴേക്കും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കറി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. Thanks for watching.